മദീനയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ രൂപം കൊണ്ട ചെറിയ ഇസ്ലാമിക രാജ്യം 5 വർഷങ്ങൾ കഴിഞ്ഞതോടെ നിർഭയത്വം ഉളവാക്കുന്ന അവസ്ഥ കൈവരിച്ചു. ഖന്തഖ് യുദ്ധം ഉണ്ടായതിനു ശേഷം മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഖുറൈശികൾ ധൈര്യം കാണിച്ചില്ല. മക്കയിൽ പ്രവേശിച്ച് കഅബ ദർശിക്കാനും ഉംറ നിർവഹിക്കാനുമുള്ള ആഗ്രഹം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടായി. ഹിജ്റ വർഷം 6 ദുൽഖഅദ് മാസം പ്രവാചകൻ ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെട്ടു. 1500 അനുചരന്മാരുടെ ഒപ്പമായിരുന്നു യാത്ര. ഇഹ്റാമിന്റെ വേഷത്തിലായിരുന്നു നബി തങ്ങളുടെ യാത്ര. വിവരമറിഞ്ഞപ്പോൾ മക്കയിലുള്ളവർ ഭയപ്പെട്ടു. മുഹമ്മദ് വരുന്നത് യുദ്ധത്തിനാണെന്ന് കരുതിയ ഖുറൈശികൾ സൈന്യത്തെ തയ്യാറാക്കുകയും യുദ്ധസജ്ജരാവുകയും ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബി അസ്ഫാനിലെത്തിയപ്പോൾ ഖുറൈശികൾ യുദ്ധത്തിനൊരുങ്ങുന്ന വിവരം അറിഞ്ഞു. ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന കുതിരപ്പടയാളികൾ തങ്ങളെ ലക്ഷ്യം വെച്ച് കടന്നുവരുന്നു എന്നറിഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മദീന റൂട്ടിലെ പ്രധാന വഴിയിൽ നിന്നും മാറി ഒരു ഉൾവഴിയിലൂടെ ഹുദൈബിയയിലെത്തി താവളമടിച്ചു. മുസ്ലിങ്ങൾ ഹുദൈബിയയിലെത്തിയതറിഞ്ഞതോടെ ഖുറൈശി കുതിരപ്പട മക്കയിലേക്ക് തിരിച്ചു. ഒരു യുദ്ധം ഉണ്ടായാൽ മക്കയ്ക്കും മക്ക നിവാസികൾക്കുമായിരിക്കും നഷ്ടം എന്നതിനാൽ പ്രവാചകനുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നൊരഭിപ്രായം ഖുറൈശികൾക്കിടയിൽ ഉണ്ടായി. ഖുസാഅ ഗോത്രക്കാരനായ ബദീൽ ബിൻ വർഖാഇനെ ഖുറൈശികൾ ദൂതനായി അയച്ചു. അവർ വരുന്നത് യുദ്ധത്തിനല്ല, കഅബ സന്ദർശിക്കാൻ മാത്രമാണെന്നുള്ള മറുപടി ഖുറൈശികൾ വിശ്വസിച്ചില്ല. മക്കക്കാർ വീണ്ടും പറഞ്ഞയച്ച സഖീഫ് ഗോത്രക്കാരനായ ഉർവത്ത് ബിൻ മസ്ഊദിനോടും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി അതുതന്നെയായിരുന്നു. ഒരു സംഘം മക്കക്കാർ കാര്യം അറിയാനായി മുസ്ലിം സംഘത്തിലേക്ക് നുഴഞ്ഞു കയറിയെങ്കിലും അവർ പിടിയിലായെങ്കിലും അവരെയെല്ലാം മുസ്ലിങ്ങൾ വിട്ടയച്ചു. തന്റെ വരവിനെക്കുറിച്ച് മക്കക്കാർക്കിടയിൽ ഉണ്ടായ പരിഭ്രാന്തി ഒഴിവാക്കാൻ ഔദ്യോഗികമായി ഒരു ദൂതനെ പറഞ്ഞയക്കാനും വന്ന കാര്യം ഖുറൈശികളെ അറിയിക്കാനും പ്രവാചകൻ തീരുമാനിച്ചു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അബൂ സുഫ്യാൻ അടക്കം എല്ലാ പ്രമുഖരെയും കണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സന്ദേശം കൈമാറി. എന്നാൽ പ്രവാചകനെ ഉംറ ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വേണമെങ്കിൽ ത്വവാഫ് ചെയ്തേച്ചു പോകാം എന്നുമായിരുന്നു അവരുടെ പ്രതികരണം. എന്നാൽ പ്രവാചകൻ വന്ന് ത്വവാഫ് നിർവഹിച്ചാലല്ലാതെ താനത് ചെയ്യുകയില്ലെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേസമയം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരികെ എത്താത്തതിനാൽ അദ്ദേഹം വധിക്കപ്പെട്ടിരിക്കാമെന്നൊരു വാർത്ത മുസ്ലിം ക്യാമ്പിൽ പരന്നു. സ്വഹാബികളെയും പ്രവാചകനെയും ഇത് രോഷാകുലരാക്കി. യുദ്ധത്തിനുള്ള സജ്ജീകരണത്തോടെ അല്ല എത്തിയതെങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിന് പകരം ചോദിക്കാതെ തിരിച്ചു പോകില്ലെന്ന് മുസ്ലിങ്ങൾ തീരുമാനിച്ചു. തന്റെ അനുയായികളെയെല്ലാം ഒരു മരച്ചുവട്ടിൽ വിളിച്ചു ചേർത്ത പ്രവാചകൻ തന്റെ കൈ നീട്ടിക്കൊണ്ട് ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ തയ്യാറുള്ളവർ ബൈഅത്ത് ചെയ്യാൻ നിർദ്ദേശിച്ചു. എല്ലാവരും കൈ പ്രവാചകന്റെ കയ്യിൽ വെച്ചു പ്രതിജ്ഞ ചെയ്തു. അറബികൾ വസ്ത്രധാരണത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന വാളുകൾ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവർ ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തു. പക്ഷേ അപ്പോഴേക്കും ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരികെ എത്തി. ഹുദൈബിയയിലെ ഒരു മരച്ചുവട്ടിൽ വെച്ചായിരുന്നു ഈ പ്രതിജ്ഞാ സംഭവം ഉണ്ടായത്. ഇത് ബൈഅത്തുർ റിളവാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു.